നമസ്കാരം. കഴിഞ്ഞ ദിവസം 24 ന്യൂസ് ചാനലിൽ ഹാഷ്മി താജ് ഇബ്രാഹിം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുമായി നടത്തിയ അഭിമുഖവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിവാദങ്ങൾ ശരിക്കു പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന് തന്നെ അനുകൂലമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ അഭിമുഖം പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ നിരവധി പേർ അതിരൂക്ഷമായ വിമർശനങ്ങളുമായി രംഗത്തെത്തിയിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലാകട്ടെ ഈ അഭിമുഖത്തിലുടനീളം വളരെ ശ്രദ്ധയോടുകൂടിയാണ് സംസാരിച്ചിരിക്കുന്നത്. നമുക്കത് വ്യക്തമായി മനസ്സിലാക്കാനും കഴിയും. രാഹുൽ മാങ്കൂട്ടത്തിലാകട്ടെ അതിജീവിതമാരെക്കുറിച്ചോ അല്ലെങ്കിൽ അവർ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും തന്നെ യാതൊന്നും പരാമർശിക്കാതെ തനിക്ക് നേരെ ഇപ്പോൾ സൈബർ ആക്രമണം നടത്താൻ ഇറങ്ങിയിരിക്കുന്ന അതല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളിലൂടെ തന്നെ ആക്രമിക്കുന്ന ആളുകൾക്ക് നേരെയാണ് കൃത്യമായി അദ്ദേഹത്തിൻ്റെ വാൾമുന തിരിച്ചുവിട്ടത്. വളരെ കൃത്യതയോടുകൂടി അളന്നു മുറിച്ച വാക്കുകളോടെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ തനിക്കെതിരെ വിമർശനങ്ങളുമായി രംഗത്ത് വന്ന ഓരോരുത്തർക്കും മറുപടി പറഞ്ഞിരുന്നു. ഈ അഭിമുഖത്തിനെതിരെ ആദ്യമായി പരസ്യമായി വിമർശനമായി രംഗത്തെത്തിയത് കോൺഗ്രസിൻ്റെ സാംസ്കാരിക വിഭാഗത്തിൻ്റെ ചുമതലക്കാരിയായ ഷഹനാസ് ആയിരുന്നു. ഒരു പ്രസാധക കൂടിയായ അവർ അതിരൂക്ഷമായ ഭാഷയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ വിമർശിച്ചത്. പക്ഷേ ആ വിമർശനങ്ങളൊക്കെ തന്നെ അവർക്ക് ബൂമറാങ്ങായി തിരിച്ചടിക്കുകയായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. വളരെ ദേഷ്യത്തോടുകൂടി ഉപയോഗിക്കുന്ന പല പദപ്രയോഗങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടത്തിയ പല പദപ്രയോഗങ്ങളൊക്കെ തന്നെ അത് സമൂഹത്തിൽ ഒരിക്കലും ഒരു പൊതുപ്രവർത്തകയിൽ നിന്നുണ്ടാകാൻ പാടില്ലാത്തതാണ് എന്നുള്ള ഒരു അഭിപ്രായം സമൂഹ മാധ്യമങ്ങളെല്ലാം തന്നെ ഉയരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല പിന്നീട് അങ്ങോട്ട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഷഹനാസുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ, ഇവ സത്യമാണോ അല്ലയോ എന്ന് നമുക്കറിയില്ല, നിരന്തരമായി പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയതോടുകൂടി പിന്നീട് ഷഹനാസ് ഇക്കാര്യത്തിൽ മൗനം പാലിക്കുകയായിരുന്നു. ഇതുപോലെ തന്നെയായിരുന്നു മാധ്യമപ്രവർത്തകയായ ലക്ഷ്മി പത്മ രാഹുലിനെതിരെ നടത്തിയ ഈ അഭിമുഖവുമായി ബന്ധപ്പെട്ട് നടത്തിയ വിമർശനങ്ങളും. ഹാഷ്മി താജ് ഇബ്രാഹിമിനെ മാധ്യമപ്രവർത്തനം പഠിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെയാണോ ചോദിക്കേണ്ട ചോദ്യം ഇതായിരുന്നില്ലല്ലോ മറ്റതായിരുന്നില്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള നിരന്തരമായ ചോദ്യങ്ങളുമായി രംഗത്തെത്തിയ ലക്ഷ്മി പത്മ നിരവധി സ്ക്രീൻഷോട്ടുകളും ഈ സമൂഹ മാധ്യമങ്ങളിൽ ഇട്ടിരുന്നു. എന്നാൽ നേരത്തെ സൂചിപ്പിച്ചിരുന്നതുപോലെ തന്നെ ഈ സ്ക്രീൻഷോട്ടുകളെല്ലാം തന്നെ ലക്ഷ്മി പത്മയ്ക്കും തിരിച്ചടിയായി മാറുകയായിരുന്നു എന്നുള്ളതാണ് സത്യം. കാരണം ഈ സ്ക്രീൻഷോട്ടുകളുടെയൊക്കെ തന്നെ തെളിയുന്നത് ശരിക്കും പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിരപരാധിത്വമായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന് പറയുന്നതിൻ്റെ അത് കഴിഞ്ഞതിന് ശേഷമുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ രാഹുലിന് പലതും അയച്ചു കൊടുത്തു, പണം അയച്ചു കൊടുത്തു എന്നൊക്കെ പറയുന്നതിൻ്റെ ചില സ്ക്രീൻഷോട്ടുകൾ ഇട്ടിരുന്നതിലൊക്കെ തന്നെ തീയതി മാച്ചിരിക്കുന്ന രീതിയിലാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? അവർക്കും ഇക്കാര്യത്തിലുള്ള സ്ഥാപിത താല്പര്യം എന്താണ് എന്ന് വെളിവാക്കുന്നത് തന്നെയായിരുന്നു ഈ ഒരു സമൂഹ പോസ്റ്റുകളും അവരുടെ വാക്കുകളുമൊക്കെ തന്നെ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ ഉയർന്ന ഘട്ടത്തിൽ തന്നെ ഇവരെല്ലാവരും അന്ന് ഒരുമിച്ച് രംഗത്തെത്തുകയും പിന്നീട് രാഹുലിനെതിരായ ആക്രമണം ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതേസമയം ഇടതുപക്ഷത്തെ പ്രമുഖ നേതാക്കളെക്കുറിച്ച് പല ഘട്ടങ്ങളിലായി അതിഭീകരമായ പീഡന ആരോപണങ്ങൾ ഉയർന്ന ഘട്ടങ്ങളിലൊന്നും തന്നെ ഇവരാരും തന്നെ പ്രതികരിച്ചിരുന്നില്ല, അത് കണ്ടഭാവം പോലും കാണിച്ചിരുന്നില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംയുക്തമായൊരു ആക്രമണം വലിയൊരു വിഭാഗം ആളുകൾ നടത്തിയപ്പോൾ ഇവരെല്ലാവരും തന്നെ അവർക്ക് കൂട്ടുനിൽക്കുകയായിരുന്നു. ഏതായാലും ലക്ഷ്മി പത്മയ്ക്ക് വളരെ കൃത്യമായ മറുപടിയുമായി യൂത്ത് കോൺഗ്രസ് നേതാവ് ഫെന്നി നേനാൻ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. ഫെന്നി നേനാൻ ലക്ഷ്മി പത്മ നിരത്തിയ ഓരോരോ കാര്യങ്ങളെയും ഖണ്ഡിച്ചുകൊണ്ട് വളരെ കൃത്യമായി തൻ്റെ നിലപാട് വ്യക്തമാക്കി. ലക്ഷ്മി പത്മയുടെ ഓരോ ആരോപണങ്ങളും വളരെ കൃത്യമായി തന്നെ ഖണ്ഡിക്കാൻ ഫെന്നി നേനാൻ കഴിഞ്ഞിരുന്നു. നേരത്തെയും സമൂഹ മാധ്യമങ്ങളിലൂടെ വളരെ കണിശതയോടുകൂടി തന്നെ നിലപാട് വ്യക്തമാക്കാനും ഈ ആക്രമിക്കാൻ വരുന്ന വെട്ടുകിളി ശല്യങ്ങളെയൊക്കെ തന്നെ കൃത്യമായി കൈകാര്യം ചെയ്യാനും ഫെന്നി നേനാൻ കഴിഞ്ഞിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മറക്കാൻ പാടുള്ളതല്ല. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ ഒരു അഭിമുഖത്തെ നേരിടാനെത്തിയ ആളുകളുമൊക്കെ ചേർന്ന് ശരിക്കും പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ ഒരു അവസ്ഥ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. കാരണം ഇവരെല്ലാവരും ഉന്നയിച്ച ആരോപണങ്ങളും പറഞ്ഞ കാര്യങ്ങളുമൊക്കെ തന്നെ ഫലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി മാറുകയാണ് എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. നമ്മുടെ നാട്ടിലെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന എത്ര സ്ത്രീകളാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണയുമായി രംഗത്തെത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെയും വലിയ തോതിലുള്ള സൈബർ ആക്രമണം നടന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കൃത്യമായി ന്യായീകരിച്ചുകൊണ്ട് ഏറ്റവും ഒടുവിലായി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അഡ്വക്കേറ്റ് വിബിത ബാബുവാണ്. നമുക്ക് ആ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ഒന്ന് കണ്ടുനോക്കാം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായുള്ള നീക്കം രാഷ്ട്രീയ പ്രതികാരത്തിൻ്റെ അശ്ലീല മുഖം എന്നാണ് തലക്കെട്ടായി നൽകിയിരിക്കുന്നത്. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തെ അയോഗ്യനാക്കാൻ സർക്കാർ നടത്തുന്ന നീക്കങ്ങൾ ജനാധിപത്യ മൂല്യങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് പറയാതെ വയ്യ. ഈ നീക്കം തികച്ചും അപലപനീയവും രാഷ്ട്രീയ ശത്രുതയുടെ ഏറ്റവും മോശമായ ഉദാഹരണവുമാണ്. ഇതിലെ നിയമപരമായ വസ്തുതകൾ: രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ ഉയർന്നിട്ടുള്ളത് ആരോപണങ്ങൾ മാത്രമാണ്. ഏതെങ്കിലും സ്ത്രീയെ ബലമായി തട്ടിക്കൊണ്ടു പോയെന്നോ ചതിയിൽപ്പെടുത്തി പീഡിപ്പിച്ചു എന്നോ ഉള്ള ഗുരുതരമായ ക്രിമിനൽ പശ്ചാത്തലം അദ്ദേഹത്തിനില്ല. ഈ വിഷയത്തിൽ കോടതിയുടെ നിരീക്ഷണങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതാണ്.
സെഷൻസ് കോടതിയുടെ നിരീക്ഷണം. രാഹുലിന് ജാമ്യം അനുവദിച്ചുകൊണ്ട് പത്തനംതിട്ട സെഷൻസ് കോടതി പുറപ്പെടുവിച്ച വിധിയിൽ നിലവിലെ സാഹചര്യത്തിൽ ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ല എന്ന് വ്യക്തമായി നിരീക്ഷിച്ചിട്ടുണ്ട്. ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുസരിച്ച് ഒരാൾ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുന്നത് വരെ അദ്ദേഹം നിരപരാധിയാണ്. കേവലം ആരോപണത്തിൻ്റെ പേരിൽ ഒരു ജനപ്രതിനിധിയെ അയോഗ്യനാക്കാൻ ശ്രമിക്കുന്നത് നിയമവിരുദ്ധമാണ്. അടുത്തത് ഇരട്ടത്താപ്പിൻ്റെ രാഷ്ട്രീയ തലക്കെട്ട്. ഭരണപക്ഷത്തുള്ള ചില ജനപ്രതിനിധികൾക്കെതിരെ അതിഗുരുതരമായ സ്ത്രീപീഡന ആരോപണങ്ങൾ ഉയർന്നപ്പോൾ അവരെ സംരക്ഷിക്കാൻ നെട്ടോട്ടമോടിയവരാണ് LDF നേതൃത്വം. സ്വന്തം പാളയത്തിലെ ആരോപണ വിധേയരെ വെള്ളപൂശുകയും രാഷ്ട്രീയ എതിരാളികളെ ആരോപണത്തിൻ്റെ നിഴലിൽ നിൽക്കുമ്പോൾ തന്നെ വേട്ടയാടുകയും ചെയ്യുന്നത് ഇരട്ടത്താപ്പാണ്. തങ്ങൾക്കെതിരെ നിൽക്കുന്ന ശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ ഭരണകൂടം നിയമത്തെ ആയുധമാക്കുകയാണ്. ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധിയെ ഇത്തരത്തിൽ തളയ്ക്കാൻ ശ്രമിക്കുന്നത് യുക്തിരഹിതമാണ്. സത്യസന്ധമായ അന്വേഷണങ്ങൾ ആരും ഭയപ്പെടുന്നില്ല. എന്നാൽ അന്വേഷണം തീരുന്നതിന് മുമ്പ് ശിക്ഷ വിധിക്കാനും അയോഗ്യനാക്കാനും ഇറങ്ങിത്തിരിക്കുന്നത് രാഷ്ട്രീയ വെറി മാത്രമാണ്. ജനാധിപത്യത്തിൽ ജനവിധിയാണ് വലുതെന്ന് സർക്കാർ ഓർക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു വനിതാ നേതാവ് തന്നെയാണ് വളരെ കൃത്യമായി ഓരോരോ പോയിൻറ്റുകളായി എടുത്തു കാട്ടി ഇവിടെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടിൽ കോടതി ഒരാൾ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് വിധിക്കുന്നത് വരെ അയാൾ നിരപരാധി തന്നെയാണ്. അതിനു മുമ്പ് ഒരാളുടെ പേരിൽ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ, ഒരു എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അയാൾ കുറ്റക്കാരനാണ്, അയാളെ ക്രൂശിക്കുക എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങുന്നത് ഒരു ശരിയായ ജനാധിപത്യ മര്യാദയല്ല. വിപിത ബാബു സൂചിപ്പിച്ചതുപോലെ CPM-ലെ എത്ര നേതാക്കളുടെ പേരിലാണ് ഭീകരമായ പീഡനാരോപണങ്ങൾ ഉയർന്നിട്ടുള്ളത്. എന്നിട്ട് അവരുടെ ആരുടെയെങ്കിലും പേരിൽ എന്തെങ്കിലും നടപടിയെടുത്തോ എന്ന് ചോദിച്ചാൽ നടപടി എടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, അവർക്ക് കൂടുതൽ ഉയർന്ന പദവികൾ നൽകുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം. അതേ ആളുകൾ തന്നെയാണ് ഇപ്പോൾ തിരിഞ്ഞു നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇയാൾ പീഡനക്കാരനാണ്, ഇയാളെ ജയിലിലടയ്ക്കുക, ഇയാളെ MLA സ്ഥാനത്ത് നിന്ന് മാറ്റുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. എന്തിനേറെ ഒരു MLA നിയമസഭാ സ്പീക്കർക്ക് പോലും രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നിയമസഭയുടെ എത്തിക്സ് കമ്മിറ്റി പരിശോധിക്കേണ്ടതാണ്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ എതിർക്കാൻ ഇറങ്ങി പുറപ്പെട്ടവരെല്ലാവരും കൂടി ചേർന്ന് രാഹുലിനെ ഒരു ഹീറോ ആക്കി മാറ്റി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം രാഹുലിനെക്കുറിച്ചുള്ള ആരോപണങ്ങളും അവയ്ക്കുള്ള കൃത്യമായ മറുപടികളും എല്ലാം ഈ സമൂഹ മധ്യത്തിൽ നിറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ സാമാന്യ ബുദ്ധിയുള്ള ചിന്തിക്കാൻ കഴിവുള്ള ജനങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും ഇതിൻ്റെ പിന്നിലുള്ളത് രാഷ്ട്രീയവർ തന്നെയാണ്, രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ വേണ്ടി തന്നെയാണ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് എന്ന്. ഏതായാലും വനിതകൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ വളരെ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി ഇത്തരത്തിൽ സമൂഹ മാധ്യമ പോസ്റ്റുകൾ ഇടുന്നതിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും ശ്രദ്ധേയനായി മാറുകയാണ്.